നേരെ ഡൽഹിയിലേക്ക് പോകാം. ഇനിയും രാഹുൽ ഗാന്ധി നടത്തിയ ഓപ്പറേഷൻ സർക്കാർ ചോരി ആരോപണത്തിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി ഹരിയാനയിലെ വോട്ടർ. രാഹുൽ ഗാന്ധി പരാമർശിച്ച സ്വീറ്റി യഥാർത്ഥ വോട്ടർ എന്ന റിപ്പോർട്ട്. 2012 കിട്ടിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തതെന്ന് സ്വീറ്റി. രാഹുൽ പ്രദർശിപ്പിച്ച വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നത് എങ്ങനെയെന്ന് അറിയില്ലെന്നും സ്വീറ്റി. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രത്തിനൊപ്പം രാഹുൽ ആരോപണമുന്നയിച്ച മറ്റ് 3 പേരും ഹരിയാനയിലെ സ്ഥിരം വോട്ടർമാർ. വിവരങ്ങൾ എസ് ശ്രീകാന്താണ് നൽകുന്നത്. ശ്രീകാന്ത്, ഈ ഒരു സിനിമാ ഡയലോഗ് ഉണ്ടല്ലോ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറയുന്നത് പോലെയാണല്ലോ ഈ രാഹുലിന്റെ കാര്യം. രാഹുൽ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും, അത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ബോംബ് എന്നൊക്കെ രീതിയിൽ അതിനെ ചിത്രീകരിക്കും. പക്ഷേ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇതിലൊരു വസ്തുതയും ഇല്ല, ഇതൊരു കോമഡി ഷോ മാത്രമായി മാറുന്നു. ഇതാണല്ലോ രാഹുലിന്റെ സ്ഥിരം ശൈലി. പറയൂ ശ്രീകാന്ത്. ഗൗതം, രാഹുൽ ഗാന്ധിയുടെ കാര്യം ഓർക്കുമ്പോൾ സഹതാപമുണ്ട്. കാരണം ജവഹർലാൽ നെഹ്റു മുതൽ ഈ നെഹ്റു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധി ആയാലും രാജീവ് ഗാന്ധി ആയാലും അവര് പ്രതാപത്തോടു കൂടിയാണ് ഭരിച്ചിട്ടുള്ളത്. ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ അവർക്ക് മാറി നിൽക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിൽ ഇല്ലാത്ത ഘട്ടത്തിലായിരിക്കാം ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് പുറത്തുനിന്ന് ഒരാൾ പ്രധാനമന്ത്രി ആയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ഈ പ്രധാനമന്ത്രി പദത്തിന്റെ നിയന്ത്രണം ആ കുടുംബത്തിന് തന്നെയായിരിക്കും. പക്ഷേ 2009 കുപ്പായം തുന്നിയതാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ. ആ കസേരയൊന്ന് കാണാൻ രാഹുൽ ഗാന്ധിക്ക് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കസേര എങ്ങനെ ഇരിക്കും? തന്റെ പിതാവും തന്റെ മുത്തശ്ശിയും തന്റെ മുതുമുത്തശ്ശനും ഇരുന്ന ആ പ്രധാനമന്ത്രി കസേര അത് എങ്ങനെ ഉണ്ടാകും എന്ന് കാണാനുള്ള അവസരം പോലും രാഹുൽ ഗാന്ധിക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതിന്റെ ഫ്രസ്ട്രേഷൻ രാഹുൽ ഗാന്ധി തീർക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യം, അതായത് ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വെച്ച് സീമ, സ്വീറ്റി, സരസ്വതി എന്നീ പേരുകളിൽ ചിലർ വന്ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു യുവതി 22 തവണ 10 ബൂത്തുകളിലായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇയാൾ ആരോപിച്ചത്. പക്ഷേ ഇപ്പോൾ ആരോപണത്തിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി ഹരിയാനയിലെ ഒരു വോട്ടർ, ഈ 3 പേർ പറഞ്ഞതിൽ ഒരു വോട്ടർ രംഗത്ത് വന്നിരിക്കുന്നു. അതായത് അങ്ങനെ ഒരു വോട്ടർ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. രാഹുൽ ഗാന്ധി പരാമർശിച്ച സ്വീറ്റി യഥാർത്ഥ വോട്ടർ ആണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. 2012 കിട്ടിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തു എന്ന് സ്വീറ്റി വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ വോട്ടർ ഐ ഡി പക്ഷേ ഈ ബ്രസീലിയൻ യുവതിയുടെ ചിത്രമല്ല അതിൽ ഉള്ളത്. രാഹുൽ പ്രദർശിപ്പിച്ച വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നതെങ്ങനെ എന്നറിയില്ല എന്നാണ് സ്വീറ്റി പറയുന്നത്. ഈ സ്വീറ്റി എന്ന പേരിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ നമ്പറിൽ അതേ മേൽവിലാസത്തിൽ ഒരു വോട്ടർ ഉണ്ട്. ആ സ്വീറ്റി എന്ന് തന്നെയാണ് പേര്. അവരുടെ യഥാർത്ഥ ചിത്രം തന്നെ വെച്ച തിരിച്ചറിയൽ കാർഡുണ്ട് അവരുടെ കയ്യിൽ. അത് 2012 അലോട്ട് ചെയ്തതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിക്കുമ്പോൾ അതിലെങ്ങനെ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നു എന്നത് തനിക്കറിയില്ല എന്നുള്ളതാണ് ഈ സ്വീറ്റ് പറയുന്നത്. അതോടൊപ്പം ബ്രസീലിയൻ മോഡലിന്റെ ചിത്രത്തിനൊപ്പം രാഹുൽ ആരോപണം ഉന്നയിച്ച മറ്റു 3 പേർ കൂടി ഹരിയാനയിലെ സ്ഥിരം വോട്ടർമാരാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവരെ ലൊക്കേറ്റ് ചെയ്ത് അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ടൈംസ് നൗ ആണ് ഈ വാർത്ത ആദ്യം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ വാർത്ത പുറത്തുവിടുന്നത്. ഇന്നത് വലിയ ചർച്ചയിലേക്ക് പോയിട്ടുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വിദേശ സന്ദർശനമായിരിക്കും. കാരണം ഈ പ്രശ്നങ്ങൾ ഇനിയൊന്ന് ഒതുങ്ങിയ ശേഷം അടുത്ത ആരോപണവുമായി തിരിച്ചു വരാം. അപ്പോഴേക്കും ബീഹാറിലെ റിസൾട്ട് ഉണ്ടാകും, ഈ ഇന്ത്യ സഖ്യം ഉണ്ടാകും. അപ്പോൾ ഈ ക്യാപ്സ്യൂൾ ാവുന്നതാണ്. സമ്പൂർണ്ണ പരാജയം ബീഹാറിൽ ഉണ്ടാകും എന്നുള്ള രാഹുൽ ഗാന്ധി ഭയമാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്യിക്കുന്നത്. ഇന്നലെ കിരൺ റിജിജു പറഞ്ഞിരുന്നു. സ്വാഭാവികം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്വീറ്റി തന്നെ രംഗത്ത് വന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ഇനി എന്ത് മറുപടി നൽകും എന്നുള്ളതാണ് കാത്തിരുന്നത്. യെസ്, അങ്ങനെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും കാര്യമായി ഒന്നും തന്നെ ഇല്ല എന്ന് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ ഓരോ ഘട്ടത്തിലും എത്തി വലിയ ബോംബ് പൊട്ടിക്കുമെന്ന് പറയും, പിന്നീട് അതൊരു നനഞ്ഞ പടക്കമായി മാറും. അങ്ങനെ ഒരു ഹാസ്യ കഥാപാത്രം എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് മാറുന്നു എന്നത് വളരെ കഷ്ടമാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. എസ് ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.